ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന നല്ല ലെയർ പൊറോട്ട, നമ്മൾ കേരള സ്റ്റൈൽ പൊറോട്ട തന്നെയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഞാനൊന്ന് വീശിയൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യോ ഡിസ്ലൈക്ക് ചെയ്യോ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചെയ്യുക. പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. ഞാനിപ്പോൾ 1 കിലോ പൊടിയുടെ മാവ് കൊണ്ടാണ് ഒന്ന് പൊറോട്ട ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നമുക്ക് ഇപ്പോൾ മാർബിളിൻ്റെ ഒക്കെ ഒരു കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കുഴയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പൊറോട്ട അടിക്കാനും അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമുണ്ട്. അപ്പോൾ ഞാനത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഒരു 2 മുട്ടയാണ്. ഞാനൊരു 2 മുട്ട കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാണ്ട്, പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുത്ത് നമ്മൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ പൊടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഓരോ മുട്ട വീതം നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഞാൻ 1 ടീസ്പൂൺ ഷുഗറും കൂടി അതിൻ്റെ കൂടെ ചേർക്കാണ്. നമുക്ക് നിറയെ എടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ, ഒരല്പം കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സെയിം തന്നെ ഷുഗറും സോൾട്ടും നമ്മൾ ചേർക്കാണ്. നമ്മൾ ആ പഞ്ചസാര എത്ര എടുത്തോ അത്ര തന്നെ നമുക്ക് ഉപ്പും അതിൻ്റെ കൂടെ തന്നെ ചേർക്കാം. നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ ഇനി നമ്മളൊരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ആ പൊടി ഒന്ന് നനയ്ക്കാനായി തന്നെ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ആദ്യം പൊടിയൊന്ന് ആദ്യം തന്നെ നനച്ചെടുത്തിട്ട് വേണം നമുക്ക്. ഇനിയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൂടുതലും നനച്ചെടുക്കുന്നത്. നമ്മളിത് നന്നായിട്ട് തേച്ച് കുഴക്കണം കേട്ടോ. കാരണം നമ്മുടെ പൊറോട്ട സോഫ്റ്റ് ആവണമെങ്കിൽ നമ്മൾ ഇതേപോലെ തേച്ച് കുഴച്ച് നമ്മളൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുവാണ്. അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് നമ്മൾ കുഴയ്ക്കാൻ പോകുന്നത്. വീണ്ടും ഇതുപോലെ നമ്മളൊരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുഴയ്ക്കണം. കുഴച്ചിട്ട് വേണം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ. ഞാനിത് അത്യാവശ്യം നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. നമ്മുടെ കുഴ നന്നായിട്ട് വേണം കേട്ടോ. ഇനി ഞാനൊരു 15 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഓയിൽ അല്പം അതിൻ്റെ മേളിലും തൂത്ത് കൊടുക്കാം. എന്നിട്ടൊരു നനഞ്ഞ തോർത്തോ തുണിയോ നമുക്ക് അതിൻ്റെ മേളിലൊന്ന് നനച്ചിടാം. ഇനി നമ്മളിത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളെടുത്ത് ഒന്നും കൂടി കുഴച്ച് വീണ്ടും ഒരു 15 മിനിറ്റ് കൂടി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് കൂടി കുഴച്ച് ഒരു 15 മിനിറ്റ് കൂടി ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ബോൾ പിടിക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒന്നുകൂടി നമുക്ക് ഫ്ലോർ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ആ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് വീണ്ടും ഒരു 10 മിനിറ്റ് കുഴച്ച് വീണ്ടും ഒരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്.
അപ്പോൾ ഞാനിപ്പോൾ രണ്ടാം വട്ടം അത് കുഴച്ച് വെച്ചു. ഇനി ഒരു 15 മിനിറ്റ്, നമുക്ക് ഒരു 15 മിനിറ്റാണ് വെക്കേണ്ടത്. നമുക്കൊരു 20 മിനിറ്റ് വെച്ചാലും, ഇപ്പോൾ കുഴ കുറച്ച് മോശമാണെങ്കിൽ ഒരു 20 മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് കൂടി ഒന്ന് വെക്കാണ്. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓയിലൊന്ന് തേച്ച് കൊടുക്കുകയാണ് മേളിൽ. അത് കഴിഞ്ഞിട്ടാണ് നനഞ്ഞ തോർത്തോ തുണിയോ നമ്മൾ നനച്ചിടുന്നത്. ആ തുണി ഒട്ടാതിരിക്കാനാണ് ഞാൻ അങ്ങനെ മേളിൽ ഓയിൽ എടുത്തത്. ഇപ്പോൾ അത് ഒരു 15 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഇനി ഞാൻ അത് ബോൾ പിടിക്കാണ്. നമ്മൾ ബോൾ പിടിച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കൂടി നമ്മൾ അതിനെ വെക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബോൾ പിടിക്കാം. നമ്മളിതുപോലെ ബോൾ പിടിക്കണം. ഞാനിപ്പോൾ അത് ബോൾ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോളൊന്ന് ഓയിൽ നല്ലോണം തേച്ച് നമ്മളൊന്ന് അടക്കി എടുത്തു വെക്കാണ്. കാരണം ഇവിടെ സ്പേസ് കുറവായതുകൊണ്ട് നമുക്ക് അടിക്കാനുള്ള സ്പേസ് ഇല്ല. ഇനി ഇത് ഒരു 15 മിനിറ്റ് കൂടി നമ്മൾ തുണിയിട്ടൊന്ന് മൂടി വെക്കാണ്. ഇപ്പോൾ ഞാൻ ബോൾ ചെയ്ത് വെച്ചത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് വീശാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കാണാം. നമ്മൾ എഡ്ജാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാനിപ്പോൾ അത് ഒരു 20 പൊറോട്ടയ്ക്ക് നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൂടി ഒന്ന് അത് റെസ്റ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനതൊരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് കുക്ക് ചെയ്തെടുക്കാൻ പോകണം. ഞാനപ്പോൾ ഒരു പാനിൽ നിന്ന് കുക്ക് ചെയ്ത് കാണിക്കാം. ഞാനിപ്പോൾ ഒരു അല്പം ഓയിലും നെയ്യും കൂടി ചേർത്ത് അത് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് അതിൻ്റെ മേളിലൊന്ന് പതിയൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിതൊന്ന് ഒരു 2-3 പ്രാവശ്യങ്ങളും തിരിച്ചും മറച്ചിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ. ഒരു 3-4 പൊറോട്ടയൊക്കെ വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതേപോലെ അടിച്ച് അതിൻ്റെ ലെയറൊന്ന് തിരിക്കണം.